കേരള നദികൾ. കേരളത്തിലെ മൊത്തം നദികൾ 44. കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 3. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ്, 12 എണ്ണം. കാസർഗോഡ് ചന്ദ്രഗിരി പുഴയുടെ തീരത്താണ്. ധർമ്മടം ദ്വീപ് അഞ്ചരക്കണ്ടി പുഴയിലാണ്, അതായത് കണ്ണൂർ. വളപട്ടണം പുഴയിലാണ് പഴശ്ശി ഡാം. പഴശ്ശി ഡാമും കണ്ണൂരിൽ തന്നെ. ധർമ്മടം ദ്വീപും കണ്ണൂരിൽ തന്നെ. കല്ലായി പുഴ ഒഴുകുന്നത് കോഴിക്കോട് ജില്ലയിലൂടെയാണ്. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നതാണ് കുറ്റ്യാടിപ്പുഴ. കുറ്റ്യാടി പുഴയിലാണ് കക്കയം ഡാം സ്ഥിതി ചെയ്യുന്നത്. ഫറൂഖ് പട്ടണം ചാലിയാറിൻ്റെ തീരത്താണ്. കടലുണ്ടി റെയിൽവേ ദുരന്തം നടന്നത് 2001-ലാണ്. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി. കോയമ്പത്തൂർ നഗരത്തിലേക്ക് വെള്ളം എത്തിക്കുന്നത് ശിരുവാണി അണക്കെട്ടിൽ നിന്നാണ്. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. കുന്തിപ്പുഴയിലാണ് പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. മലമ്പുഴ ഡാം പാലക്കാട് ജില്ലയിലാണ്. കോട്ടയം പട്ടണം മീനച്ചിലാറിൻ്റെ തീരത്താണ്. കല്ലടയാർ നദി പതിക്കുന്നത് അഷ്ടമുടിക്കായലിലാണ്. ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ. അരുവിപ്പുറം നെയ്യാറിൻ്റെ തീരത്താണ്. വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴ. പെരിയാർ. ഉത്ഭവം ശിവഗിരി മല. ഒഴുകുന്നത് ഇടുക്കി, എറണാകുളം ജില്ലകളിലൂടെ. പെരിയാർ നദി പതിക്കുന്നത് കൊടുങ്ങല്ലൂർ കായൽ, അറബിക്കടലിലാണ്. നീളം 244 കിലോമീറ്റർ. കേരളത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി, ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി, ആദ്യകാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദി, ഇതൊക്കെ പെരിയാറാണ്. ആലുവ, മലയാറ്റൂർ, തട്ടേക്കാട്, തേക്കടി എന്നിവ പെരിയാറിൻ്റെ തീരത്താണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ളത് പെരിയാറിൻ്റെയും അതിൻ്റെ പോഷക നദികളിലൂടെയുമാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടാണ്. തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചത്. പെരിയാറിൻ്റെ പോഷക നദികൾ മുതിരപ്പുഴ, മുല്ലയാറ്, പെരുന്തുറയാറ്, കട്ടപ്പനയാറ്, ചെറുതോണിയാറ് എന്നിവയാണ്. ഭാരതപ്പുഴ. ഉത്ഭവം ആനമല, തമിഴ്നാടാണ്. ഒഴുകുന്നത് പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലൂടെ. പതനം അറബിക്കടൽ. നിള, പേരാർ എന്നീ പേരുകളിൽ ആദ്യകാലത്ത് അറിയപ്പെട്ടു. പൊന്നാനി, ചെറുതുരുത്തി, കിള്ളിക്കുറിശിമംഗലം, മലമ്പുഴ, കൽപ്പാത്തി എന്നിവ ഭാരതപ്പുഴയുടെ തീരത്താണ്. നിളയുടെ എഴുത്തുകാരൻ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായർ. പൊന്നാനിയിൽ വച്ചാണ് ഭാരതപ്പുഴ കടലിനോട് ചേരുന്നത്. മാമാങ്കം നടന്നിരുന്നത് ഭാരതപ്പുഴയുടെ തീരത്ത് വച്ചായിരുന്നു. ഭാരതപ്പുഴയുടെ പോഷക നദികൾ ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ. കണ്ണാടിപ്പുഴയെ നമ്മൾ ചിറ്റൂർ പുഴ എന്നും അറിയപ്പെട്ടിരുന്നു. തൂതപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്റർ. പമ്പ. ഉത്ഭവം പുളിച്ചിമല, അത് ഇടുക്കിയിലാണ്. ഒഴുകുന്നത് ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലൂടെ. പതനം വേമ്പനാട്ട് കായൽ. നീളം 176 കിലോമീറ്റർ. പ്രാചീന കാലത്ത് ബാരീസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി. മറ്റൊരു വിശേഷണം ദക്ഷിണ ഭാഗീരഥി എന്നുള്ളതാണ്. മാരാമൺ കൺവെൻഷൻ, ചെറുക്കോൻ പുഴ, ഹിന്ദുമത സമ്മേളനം, ആറന്മുള വള്ളംകളി എന്നിവ നടക്കുന്നത് പമ്പയുടെ തീരത്താണ്. പമ്പയുടെ ധാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട്. പമ്പയുടെ പോഷക നദികൾ കക്കി, അഴുത, കല്ലാർ. മഞ്ചേശ്വരം പുഴ.
കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. നീളം 16 കിലോമീറ്റർ. പതനം ഉപ്പളക്കായൽ. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന കേരളത്തിലെ ചെറിയ നദി. ഒഴുകുന്നത് കാസർഗോഡ് ജില്ലയിലൂടെ. ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി. ദുഃഖനദികൾ. ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ നദി. ആസാമിൻ്റെ ദുഃഖം ബ്രഹ്മപുത്ര നദി. ബീഹാറിൻ്റെ ദുഃഖം കോസി നദി. ഒറീസയുടെ ദുഃഖം മഹാനദി. ചൈനയുടെ ദുഃഖം ഹൊയാങ് ഹോ നദി. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. കബനി. ഉത്ഭവം തോണ്ടാർമുടി. ഒഴുകുന്നത് വയനാട് ജില്ലയിലൂടെ. പതനം കാവേരി നദി. നീളം 57 കിലോമീറ്റർ. കുറുവദ്വീപ്, വയനാട്, ബാണാസുര സാഗർ ഡാം എന്നിവ കബനി പുഴയിലാണ്. കേരളത്തിൽ നിന്നും കിഴക്കോട്ട് ഒഴുകുന്ന വലിയ നദിയാണ് കബനി. ഭവാനി. ഉത്ഭവം ശിരുവാണിയ. ഒഴുകുന്നത് പാലക്കാട് ജില്ലയിലൂടെ. പതനം കാവേരി നദി. നീളം 38 കിലോമീറ്റർ. പാമ്പാർ. ഉത്ഭവം ബെൻമൂർ. ഒഴുകുന്നത് ഇടുക്കി ജില്ലയിലൂടെ. പതനം കാവേരി നദി. നീളം 25 കിലോമീറ്റർ. കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. തുവാനം വെള്ളച്ചാട്ടം പാമ്പാറിലാണ്. മറയൂർ കാട്ടിലൂടെ ഒഴുകുന്ന നദി പാമ്പാറാണ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന പാമ്പാറാണ്. കേരളത്തിൽ നിന്നും കിഴക്കോട്ട് ഒഴുകുന്ന നദികളായ കബനി, ഭവാനി, പാമ്പാർ എന്നിവ കാവേരി നദിയുടെ പോഷക നദികളാണ്. ഇന്ത്യയുടെ മഹാനദികൾ ഒന്നുപോലും കേരളത്തിൽ നിന്നില്ല. സർക്കാർ മാനദണ്ഡ പ്രകാരം 15 കിലോമീറ്റർ കുറയാതെ നീളമുള്ള പുഴയാണ് നദി. 100 കിലോമീറ്ററിലേറെ നീളമുള്ള 11 നദികൾ കേരളത്തിലുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് പെരിയാറിലാണ്. ആലുവ പുഴ എന്നും അറിയപ്പെടുന്നത് പെരിയാറാണ്. ആലുവയിൽ വെച്ച് മാർത്താണ്ഡൻ പുഴ, മംഗലപ്പുഴ എന്നിങ്ങനെ പെരിയാർ പിരിയുന്നു. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. കുന്തിപ്പുഴ ഭാരതപ്പുഴയുടെ പോഷക നദിയാണ്. കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി കുന്തിപ്പുഴയാണ്. ചാലിയാർ, ചാലക്കുടിയാർ എന്നിവയാണ് നീളത്തിൽ 4ഉം 5ഉം സ്ഥാനങ്ങളിലുള്ള കേരളത്തിലെ നദികൾ. പമ്പാ നദിയിലുള്ള പ്രസിദ്ധമായ വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി. പമ്പാ നദിയിലുള്ള പ്രസിദ്ധമായ വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി. ശബരിമലയിലൂടെ ഒഴുകുന്ന നദി പമ്പയാണ്. ചാലിയാർ ബേപ്പൂർ പുഴ എന്നും അറിയപ്പെടുന്നു. ചാലിയാറിൻ്റെ തീരത്താണ് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത്. നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ചാലിയാറാണ്. ആതിരപ്പള്ളി, വാഴച്ചൽ വെള്ളച്ചാട്ടങ്ങൾ ചാലക്കുടിയാറിലാണ്. പറമ്പിക്കുളം, കുരിയാർകുട്ടി, ഷോളയാർ, ആനക്കയം എന്നിവയാണ് ചാലക്കുടിയാറിൻ്റെ പ്രധാന പോഷക നദികൾ. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെട്ട നദിയാണ് മയ്യഴി പുഴ. ഏറ്റവുമധികം ജില്ലകളിലൂടെ കടന്നു പോകുന്ന കേരളത്തിലെ നദി മൂവാറ്റുപുഴയാറാണ്. 4 ജില്ലകളിലൂടെ ഈ നദി ഒഴുകുന്നു. കേരളത്തിലെ ഏറ്റവുമധികം നദികളുടെ പതനസ്ഥാനം അറബിക്കടലാണ്. നദികൾ സാഹിത്യത്തിൽ. മയ്യഴിയുടെ പശ്ചാത്തലത്തിൽ എം മുകുന്ദൻ എഴുതിയ 2 നോവലുകളാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, ദൈവത്തിൻ്റെ വൃകൃതങ്ങൾ എന്നിവ. തൂതപ്പുഴയെ പശ്ചാത്തലമാക്കി OV വിജയൻ രചിച്ച കൃതിയാണ് ഗുരുസാഗരം. ഓളവും തീരവും MT വാസുദേവൻ നായർ. നദീതീരങ്ങളിൽ SK പൊറ്റക്കാട്. ഒരു പുഴയുടെ ഓർമ്മ M മുകുന്ദൻ. പുഴ മുതൽ പുഴ വരെ
സി രാധാകൃഷ്ണൻ. പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക് ടി പത്മനാഭൻ.